Hello, very good morning. This is the last class on the short story Lamb to the Slaughter, Part 7 by the author Roald Dahl. Here in the last class, we have discussed that the husband of Mrs. Mary Maloney had been killed by a blow on the back of his head with a heavy instrument. So, it might be a metal. So, there are three assumptions that happened with the murderer. The assumptions taken or assumed by the detectives are the murderer may have taken that instrument or that weapon. They are the detectives or the policemen were searching for the weapon which is used for killing her husband. So there are three assumptions that the murderer may have taken it with him, or on the other hand, they may have that the murderer may have thrown it away or hidden it somewhere on the premises. Here, in the last class, it is discussed that the policemen were searching the weapon in the garage where the vehicles park. That is garage. So they were searching for the weapon. The search went on. She knew that there were other. Page number 86. The search went on. She knew that there were other policemen in the garden all around the house. She could hear their footsteps on the gravel outside, and sometimes she saw the flash of a torch through a chink in the curtains. It began to get late. Nearly 9, she noticed by the clock on the mantel. The four men searching the rooms seemed to be growing weary, a trifle exasperated. ഈ പാരാഗ്രാഫിൽ ഇവർ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണല്ലോ വെപ്പണിന് വേണ്ടിയിട്ട്. വെപ്പൺ കണ്ടുപിടിച്ചാലല്ലേ മർഡർ ആരാന്നുള്ളത് നമുക്ക് തെളിവ് കിട്ടുള്ളൂ. അപ്പോൾ ആ തെളിവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ സ്പാനർ പോലത്തെ എന്തെങ്കിലും ഇവിടെ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മേരി മലോൺ എന്താ പറഞ്ഞു? അവിടെ സ്പാനർ ഇല്ല അവർക്ക്, പക്ഷേ ഗ്യാരേജിൽ എന്തെങ്കിലും അങ്ങനത്തെ ഉണ്ടോയെന്ന് നോക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഗാർഡനിലെ വീടിൻ്റെ ചുറ്റുപാടും പിന്നെ ഗാർഡനിലൊക്കെ ഫുള്ള് പോലീസ്മാൻമാർ എന്ത് ചെയ്യാണ്, സെർച്ച് ചെയ്യുന്നുണ്ട് വെപ്പണ് വേണ്ടിയിട്ട്. അപ്പോൾ ചരലിലൊക്കെ അവർ നടക്കുന്നതിൻ്റെ ഫുഡ് സ്റ്റെപ്സ് ഇവർക്ക് വൈഫിന് കേൾക്കുന്നുണ്ട്, മേരി മെലോണിക്ക്. അതുപോലെ ഈ കർട്ടൻ്റെ ചിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിടവ്, കർട്ടൻ്റെ ഇടയിലൂടെ ടോർച്ച് അടിക്കുന്ന സൗണ്ട്, രാത്രിയാണല്ലോ, ടോർച്ച് അടിക്കുന്ന ആ ലൈറ്റും ഫ്ലാഷ് ഇവർക്ക് കാണുന്നുണ്ട് മേരി മെലോണി ഇരിക്കുന്ന സ്ഥലത്തെ. എനിവേ, അപ്പോൾ രാത്രി ഇങ്ങനെ വൈകിക്കൊണ്ടേ ഇരിക്കുകയാണ്. അബൌട്ട് 9 മണിയായിട്ടുണ്ട്. ഈ മാൻറ്റൽ എന്ന് പറയുമ്പോൾ ഈ എന്താ പറയുക, വാളില്ലേ, വാളിൽ ക്ലോക്ക് വെച്ചിട്ടുള്ളൊരു ഷെല്ലാണ്. അതിൽ നോക്കിയപ്പോൾ ഏകദേശം 9 മണി, രാത്രി 9 മണി ആയിട്ടുണ്ട് ഇവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4 പോലീസ്മാൻമാർ എന്ത് ചെയ്യുന്നുണ്ട്, റൂംസൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്. അവരാകെ ക്ഷീണിച്ചിട്ടുമുണ്ട്. ഗ്രോയിങ് വെരി ട്രിഫിൾ എക്സാസ്പെറേറ്റഡ്, ആകെ ക്ഷീണിച്ച് ഭ്രാന്താവെന്നൊക്കെ പറയില്ല, അങ്ങനെ ദേഷ്യം പിടിച്ചിട്ടുണ്ട്. Anyway, Jack, she said, the next time Surgeon Noonan went by, would you mind giving me a drink? Sure, I will give you a drink. You mean this whiskey? Yes, please. But just a small one. It make me feel better. He handed her the glass. See? ഇയാൾ ജാക്ക് നൂനൻ എന്ന് പറഞ്ഞ പോലീസ്മാനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സർജൻ ജാക്ക് നൂനൻ അവരുടെ അടുത്ത് കൂടെ പോകുന്നുണ്ടായിനി. ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ ആ ചെയറിൽ തന്നെ ഇരിക്കുകയാണ്, വൈഫ്. അപ്പോൾ ഇവർ ഭയങ്കര ക്ഷീണമായിട്ടുള്ള പോലെ പിന്നെ മേരി മലോണി ചോദിക്കുന്നുണ്ട് ജാക്ക് നൂനോട്, എനിക്ക് കുറച്ച് ഡ്രിങ്ക് തരുമോ, വിസ്കി. അപ്പോൾ അയാൾ തരാമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ വിസ്കിയാണോ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് ജാക്ക് നൂനൻ, പോലീസ് ഓഫീസർ. അപ്പോൾ യെസ് പ്ലീസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മേരി മലോണി എന്താ പറഞ്ഞത്, ജസ്റ്റ് എ സ്മോൾ വൺ, കുറച്ച്
തരാൻ പറയുന്നുണ്ട്. കാരണം അത് എന്നെ കുറച്ചും കൂടെ ബെറ്റർ ആക്കും എന്ന് പറഞ്ഞിട്ട്, ജസ്റ്റ് മേക്ക് മീ ഫീൽ ബെറ്റർ എന്ന് പറഞ്ഞിട്ട് ഇയാൾ അവൾക്കൊരു ഗ്ലാസ് വിസ്കി കൊടുക്കുന്നുണ്ട്. Why don't you have one yourself? She said. You must fully try it. Please do. You have been very good to me. Well, he answered. It's not strictly allowed, but I might take just one drop to keep me going. One by one, the others came in and were persuaded to take a little sip of whiskey. They stood around rather awkwardly with the drinks in their hands, uncomfortable in her presence, trying to say consoling things to her. Surgeon Noonan wandered into the kitchen, came out quickly and said, "Look, Mrs. Mary Maloney, you know that oven of yours is still on and the meat is still inside." "Oh dear me," she cried. "So it is." So ഇവർ വിസ്കി കഴിക്കുന്ന സമയത്ത് മേരി മലോണി മറ്റുള്ള പോലീസ് ഓഫീസേഴ്സിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളും കുടിച്ചോളൂ എന്ന് പറയുന്നുണ്ട് ഡ്രിങ്ക്. നിങ്ങൾ നല്ല ക്ഷീണിച്ചിട്ടുണ്ടാവുമല്ലോ, കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ നിർബന്ധിക്കുന്നുണ്ട്. പിന്നെ യു ഹാവ് ബീൻ വെരി ഗുഡ് ടു മീ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ അവരെ ട്രീറ്റ് ചെയ്തത് വളരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് മേരി മലോണി അവരോട് പറയുന്നത്. എന്നെ നിങ്ങൾ നന്നായി കെയർ ചെയ്യുന്നു, പിന്നെ നിങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ടാവുന്നത് കുറച്ച് കുടിച്ചോളൂ എന്ന് പറയില്ല. "Well," he answered, "it's not strictly allowed, but I might take just a drop to keep me going." അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് അലൗഡ് അല്ല, പക്ഷേ കൂടുതൽ സെർച്ചിങ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് കുടിക്കുന്നുണ്ട് അയാൾ. അങ്ങനെ ഓരോരുത്തർ വന്നിട്ട് വൺ ബൈ വൺ അതേഴ്സ് കെയിം ഇൻ ആൻഡ് persuaded to take a little sip of whiskey. അപ്പോൾ ഓരോരുത്തർ വന്നിട്ട് ഇത് വിസ്കി ഇങ്ങനെ കുടിച്ചിട്ട് പോവാണ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരൊക്കെ കയ്യിൽ ഡ്രിങ്ക്സ് പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ മേരി മലോണി ഉണ്ടല്ലോ അവിടെ, അവരുടെ പ്രസൻസിൽ ഇവർ അൺകംഫർട്ടബിളാണ് ഈ പോലീസ് ഓഫീസേഴ്സ്. ദേ ആർ ട്രൈങ് ടു കൺസോൾ മേരി മലോണി. അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് പോലീസ് ഓഫീസേഴ്സ്. എന്നിട്ട് ഈ പോലീസ് ഓഫീസേഴ്സിൽ ഒരാളാണ് ജാക്ക് നൂനൻ. അദ്ദേഹം കിച്ചണിൽ പോയി ഇങ്ങനെ ഈ അലഞ്ഞ് നോക്കുകയാണല്ലോ, ഫുൾ അലഞ്ഞിങ്ങനെ സെർച്ച് ചെയ്ത് നടക്കുകയാണ് ഇവർ. അതിലൊരാൾ ജാക്ക് നൂനൻ കിച്ചണിൽ പോയ സമയത്ത് കണ്ടതെന്താണ്, came out quickly and said. അവിടുന്ന് കണ്ടപ്പോൾ വേഗം പുറത്ത് വന്നിട്ട് മേരി മലോണിയോട് പറയുന്നുണ്ട്, നിങ്ങളെ ഓവൻ ഇപ്പോഴും ഓണാണ്, അതിൽ ഇപ്പോഴും മീറ്റ് അതിനകത്തുണ്ട് എന്ന് പറയാം. അപ്പോൾ മേരി മലോണി ഒന്നും അറിയാത്ത പോലെ എന്താ പറയുന്നത്, "ഓ ഡിയർ മീ, സോ ഇറ്റ് ഈസ്." "ഓ അത് അപ്പോൾ വെച്ചതാണ്, ഞാൻ മറന്നുപോയി" എന്ന് പറയാണ്. "ഐ ബെറ്റർ ടേൺ ഇറ്റ് ഓഫ് ഫോർ യു ഹാഡിൻറ്റ് ഐ." അപ്പോൾ ജാക്ക് നൂനൻ പറയും, ഞാനത് ഓഫ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്, ഓവൻ ഓഫ് ചെയ്യാം. "വിൽ യു ഡു ദാറ്റ് ജാക്ക്? താങ്ക് യു സോ മച്ച്." അപ്പോൾ അവരവിടെ തന്നെ ഇരുന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളത് ചെയ്യോ, താങ്ക് യു സോ മച്ച് എന്ന് പറയും. When the surgeon returned the second time, she looked at him with her large, dark, tearful eyes. Jack Noonan, she said. അപ്പോൾ സർജൻ ജാക്ക് നൂനൻ എന്ന് പറഞ്ഞ പോലീസ് ഓഫീസർ വീണ്ടും രണ്ടാമത്തെ തവണയും ഇവരുടെ അടുത്ത് കൂടെ പോകുമ്പോൾ ഈ മേരി മലോണി ഫുള്ള് കണ്ണിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് പിന്നെ കരയണ പോലെ അവരെ നോക്കുന്നുണ്ട് ജാക്ക് നൂനന്. എന്നിട്ട് അയാളെ വിളിക്കുന്നുണ്ട്, ജാക്ക് നൂനൻ. "Yes, would you do me a small favor for you and these others?" "We can try, Mrs. Mary Maloney." അപ്പോൾ "Well," she said, "here you all are, and good friends of dear Patrick's too, and helping to catch the man who killed him. You must be terribly hungry by now because it's long past your supper time, and I know Patrick would never forgive me. God bless his soul." "So you must be terribly hungry by now. It's because it's long past your supper time, and I know Patrick would never forgive me. God bless his soul. If I allowed you to remain in his house without offering you decent hospitality, why don't you eat up the lamb that's in the oven? It will be cooked just right by now. Wouldn't
wouldn't dream of it, Sergeant Noonan said. അപ്പോൾ ജാക്ക് ന്യൂനനെ വിളിച്ചിട്ട് മേരി മലോണി എന്താ പറഞ്ഞത്? നിങ്ങൾ എനിക്കൊരു കാര്യം ചെയ്യുമോ, എനിക്ക് ഒരു ഫേവർ ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വി ക്യാൻ ട്രൈ മിസ്സസ് മേരി മലോണി എന്ന് ജാക്ക് ന്യൂനൻ റിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈഫ് എന്താ പറയുന്നത്? മേരി മലോണി പറയും, ഹിയർ യു ഓൾ ആർ ആൻഡ് ഗുഡ് ഫ്രണ്ട്സ് ഓഫ് ജിയോ പാട്രിക്സ് ടു ആൻഡ് ഹെൽപ്പിംഗ് ടു കാച്ച് ദ മാൻ ഹൂ കിൽഡ് ഹിം. നിങ്ങളെല്ലാവരും പാട്രിക്കിൻ്റെ ഗുഡ് ഫ്രണ്ട്സ് ആണല്ലോ. നിങ്ങളെല്ലാവരും അയാളെ കൊല ചെയ്യപ്പെട്ട ആളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയാണല്ലോ. പക്ഷേ ഹിയർ യു മസ്റ്റ് ബി ടെറിബ്ലി ഹംഗ്രി ബൈ നൗ ബിക്കോസ് ഇറ്റ്സ് ലോങ് ബട്ട്. നിങ്ങളിപ്പോൾ നല്ല വിശക്കുന്നുണ്ടാവും, കാരണം ഒരുപാട് ടൈം ആയില്ലേ, നിങ്ങൾ സപ്പർ ടൈമൊക്കെ സപ്പറിൻ്റെ ടൈം കഴിഞ്ഞല്ലോ. പിന്നെ നിങ്ങളോട് ഞാൻ ആതിഥ്യമര്യാദ കാണിച്ചിട്ടില്ലെങ്കിൽ പാട്രിക് എന്നോട് പൊറുക്കൂല എന്ന് പറയാം. So, I know Patrick would never forgive me. God bless his soul if I allowed you to remain in his house without offering you decent hospitality. ഞാൻ നിങ്ങളോട് ആതിഥ്യമര്യാദ കാണിച്ചിട്ടില്ലെങ്കിൽ പാട്രിക് എന്നോട് പൊറുക്കില്ല, കാരണം നിങ്ങളെല്ലാവരും അവരുടെ ഗുഡ് ഫ്രണ്ട്സാണ്. യു ആർ ട്രൈങ് ടു ക്യാച്ച് ദ മാൻ ഹൂ കിൽഡ് ഓർ മർഡർ ഹിം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മേരി മലോണി പറയുന്നത്, വൈ ഡോണ്ട് യു ഈറ്റ് അപ്പ് ദാറ്റ് ലാമ്പ് ദാറ്റ്സ് ഇൻ ദ ഓവൻ. ഓവനിലുള്ള ലാമ്പ് നിങ്ങൾക്ക് കഴിച്ചൂടെ, വിശപ്പില്ലേ, വിശക്കുന്നുണ്ടാവുമല്ലോ, ലേറ്റ് ആയല്ലോ, ആ ഓവനിലുള്ള ലാമ്പ് എടുത്ത് കഴിച്ചൂടെ എന്ന് പറയണം. ഇപ്പം അത് കുക്കായിട്ടുണ്ടാവും എന്ന് പറയാം. അപ്പോൾ ജാക്ക് ന്യൂനൻ പറയുന്നത് എന്താ, ഞങ്ങളത് ഓർത്തില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ്. പ്ലീസ്, ഷീ begged. Please eat it. Personally, I couldn't touch a thing. Certainly not what's been in the house when he was here. But it's all right for you. It would be a favor to me if you would eat it up. Then you can go with your work again afterwards. There was a good deal of hesitating among the 4 policemen, but they were clearly hungry, and in the end they were persuaded to go into the kitchen and help themselves. അപ്പോൾ ഈ മേരി മലോണി അവരെങ്ങനെ ഇൻസിസ്റ്റ് ചെയ്ത് ഇങ്ങനെ വീണ്ടും പറഞ്ഞു, പ്ലീസ് ഈറ്റ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കാൻ പറയുന്നുണ്ട് ആ ലാമ്പിൻ്റെ പീസ്. പിന്നെ മേരി മലോണി പറയണേ, എനിക്ക് ഇവിടെയുള്ള ഒന്നും തൊടാൻ പറ്റില്ല, തൊടാൻ ഉള്ള ഒരു മനസ്ഥിതിയിലല്ല, ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്നതല്ലേ, അപ്പോൾ ഇപ്പോൾ ഞാനൊന്നും തൊടാനുള്ള ഒരു മനസ്ഥിതിയിലാണ്. ഐ കുഡൻറ്റ് ടച്ച് എ തിങ്, വീട്ടിലുണ്ടായിരുന്ന ഒന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ തന്നെ ഇരിക്കുകയാണ്. നിങ്ങളത് കഴിച്ചോളൂ എന്ന് പറയും. ബട്ട് ഇറ്റ്സ് ഓൾ റൈറ്റ് ഫോർ യു. നിങ്ങളത് കഴിക്കുകയാണെങ്കിൽ അതെനിക്ക് എന്നോട് ചെയ്യുന്നൊരു ഉപകാരമായിരിക്കും, എനിക്കിഷ്ടമാണ് അങ്ങനെ പറയുന്നത്. എന്നിട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് കണ്ടിന്യൂ ചെയ്യാം, റിസ്യൂം ചെയ്യാമെന്ന് പറയാം. ദെൻ യു ക്യാൻ ഗോ ഓൺ വിത്ത് യുവർ വർക്ക് അഗെയിൻ ആഫ്റ്റർവേർഡ്സ്. അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം വീണ്ടും അത് തുടരാം, സെർച്ച്. അപ്പോൾ അവർക്ക് ഈ പോലീസ്മാൻ എന്ന് പറയുമ്പോൾ 2 ഡിറ്റക്റ്റീവ്സും 2 പോലീസ്മാനാണുള്ളത്. അവരുടെ ഇടയിലൊരു മടി ഉണ്ടായിരുന്നു, ഒരു ഹെസിറ്റേഷൻ ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ, ലാമ്പിൻ്റെ ലെഗ്. ബട്ട് ദേ വർ ക്ലിയർലി ഹംഗ്രി. പക്ഷെ അവരെന്തായിരുന്നു, നല്ല വിശപ്പ് ഉണ്ടായിരുന്നു അവർക്ക്. ആൻഡ് ഇൻ ദ എൻഡ് ദേ വർ പെർസ്വേഡഡ് ടു ഗോ ഇൻ ടു ദ കിച്ചൺ ആൻഡ് ഹെൽപ്പ് ദംസെൽവ്സ്. പക്ഷേ അവസാനം അവർ കിച്ചണിൽ പോയിട്ട് അവർ തന്നെ ഫുഡ് എടുത്ത് കഴിക്കുന്നുണ്ട്, മീറ്റ് ഓവനിലുള്ള ലാമ്പ് എടുത്തിട്ട് കഴിക്കാം. The woman stayed. Page number 88. Woman stayed where she was, listening to them through the open door, and she could hear them speaking among themselves, their voices thick and sloppy because their mouths were full of meat. അപ്പോൾ വുമൻ സ്റ്റേഡ് വേർ ഷി വാസ് എന്ന് പറഞ്ഞാൽ അവരെവിടെയാണോ ഇരുന്നിന്ന് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നുണ്ടായിരുന്നു. മറ്റൊരു പോലീസ് ഓഫീസേഴ്സ് വെപ്പൺ സെർച്ച് ചെയ്യുന്നതിനിടയിൽ അവർ ഹംഗ്രിയായി, ടയേർഡായി, ദേ വർ വെരി. സോ അവർ കിച്ചണിൽ പോയിട്ട് മീറ്റ് എടുത്ത് കഴിക്കാൻ, കിച്ചണിൽ പോയിട്ട് അവർ തമ്മിൽ എടുത്ത് കഴിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവർ മേരി മലോണി എന്താ ചെയ്യുന്നത്, ഡോർ ഓപ്പണായിട്ടാണ് കിടക്കണം. അപ്പോൾ അതിലൂടെ അവരെന്താ പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഷി വാസ് ലിസ്ണിംഗ് ടു ദം ത്രൂ ദ ഓപ്പൺ ഡോർ ആൻഡ് മിസ്സസ് മേരി മലോണി കുഡ് ഹിയർ
those police officers speaking among themselves. Their voices thick and sloppy because their mouths were full of meat. അപ്പോൾ അവർ പറയുന്നത് ഇവർക്ക് ഈ ഡോറിലൂടെ ഡോർ ഓപ്പൺ ആണ്, അതുകൊണ്ട് തന്നെ കേൾക്കായിരുന്നു. അവർക്കിടയിലുള്ള സംസാരം അവർക്ക് കേൾക്കാം, പക്ഷേ ഇവർ വായിൽ ഫുള്ള് മീറ്റിട്ടിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സംസാരം എന്താണ് അത്ര ക്ലിയർ അല്ല. വോയിസസ് തിക്ക് ആൻഡ് സ്ലോപ്പി ബിക്കോസ് മൗത്ത്സ് വെർ ഫുൾ ഓഫ് മീറ്റ്. Have some more, Charlie? No, better not finish it. She wants us to finish it. She said so. Be doing her a favor. Okay then, give me some more. That's the hell of a big club the guy must have used to hit poor Patrick, one of them was saying. The dog says his skull was smashed all to pieces just like from a sledgehammer. ഈ ചാർലി എന്ന് പറഞ്ഞത് ഒരു പോലീസ് ഡിറ്റക്റ്റീവാണ്. അപ്പോൾ അയാളെ വിളിച്ചിട്ട് വേറൊരു പോലീസ് ഓഫീസർ പറയുന്നുണ്ട് ഹാവ് സം മോർ, കുറച്ചും കൂടെ കഴിച്ചോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചാർലി എന്താ പറയുന്നത്, നോ ബെറ്റർ നോട്ട് ഫിനിഷ് ഇറ്റ്, അത് കംപ്ലീറ്റ് കഴിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ വേറെ പോലീസ് ഓഫീസേഴ്സ് എന്താ പറയുന്നത്, ഷി വാണ്ട്സ് അസ് ടു ഫിനിഷ് ഇറ്റ്, അവർ മേരി മലോണി നമ്മളത് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഷീ സെഡ് സോ, ബി ഡൂയിങ് ഹർ എ ഫേവർ. അവർ പറഞ്ഞല്ലോ നിങ്ങൾ വിൽ യു ഡൂ മീ എ ഫേവർ, അവർ കഴിക്കുകയാണെങ്കിൽ അതൊരു ഫേവർ ആവുമെന്ന് പറയുന്നുണ്ടല്ലോ മേരി മലോണി. അപ്പോൾ അവരത് കഴിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് വിൽ ബി എ ഫേവർ ടു ഹർ എന്ന് പറഞ്ഞിട്ട് പോലീസ് ഓഫീസേഴ്സ് അത് ഫിനിഷ് ചെയ്യാൻ നോക്കാം. ഓക്കെ ദെൻ ഗിവ് മീ സം മോർ എന്ന് പറഞ്ഞിട്ട് അവർ കൂടുതൽ ഫിനിഷ് ചെയ്യാൻ, കൂടുതൽ കഴിക്കാൻ. എന്നിട്ട് ഇവർ മർഡറിനെ കുറിച്ചിട്ട് സംസാരിക്കണം. ദാറ്റ്സ് ദ ഹെൽ ഓഫ് എ ബിഗ് ക്ലബ് ദാറ്റ് ദ ഗായ് മസ്റ്റ് ഹാവ് യൂസ്ഡ് ടു ഹിറ്റ് ദ പുവർ പാട്രിക്കിനെ ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡിനെ അടിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ്, ഒരു ക്ലബ്ബോ ഒരു എന്താ പറയുക വലിയ ദണ്ടോ അല്ലെങ്കിൽ വടിയോ അങ്ങനെ എന്തോ ഉപയോഗിച്ചിട്ടാണ് പുവർ പാട്രിക്കിനെ അടിച്ചു കൊന്നതെന്ന് പറയണം. എന്തോ ഇങ്ങനെ ആ മർഡർ ചെയ്തിട്ടുള്ള ഉപയോഗിച്ചിട്ടുള്ള എന്തോ ഒരു ബിഗ് ക്ലബ്ബാണ് അദ്ദേഹത്തെ ഹിറ്റ് ചെയ്യാൻ വേണ്ടി, പാട്രിക്കിനെ ഹിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതെന്ന് അവരിലൊരാൾ പറഞ്ഞു. പിന്നെ ഇൻസ്പെക്ട് ചെയ്യാൻ വന്ന ഡോക്ടർ എന്താ പറഞ്ഞത്, the dog says his skull was smashed all to pieces just like from a sledgehammer. ഡോക്ടർ എന്താ പറഞ്ഞത്, ഒരു ചുറ്റിക ഉണ്ടാവുമല്ലോ, വലിയ ചുറ്റിക ഉണ്ടാവില്ല, അതുകൊണ്ട് തലക്കടിച്ച് കഴിഞ്ഞാൽ സ്കള്ളാകെ സ്മാഷസ് ആവില്ലേ, ആകെ ചിന്നി ചെതറില്ല, അങ്ങനെ സ്കള്ള് എന്തായിട്ടുണ്ട്, ആകെ ഉള്ളിൽ ആകെ ഇതായിട്ടുണ്ട്, സ്മാഷ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് അങ്ങനെ സ്കള്ള് സ്മാഷ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടുണ്ടാവും എന്താണ്, സ്ലെഡ്ജ് ഹാമർ പോലെ ഉള്ള ചുറ്റിക പോലത്തെ എന്തോ ഒരു ഉറപ്പുള്ള സാധനം കൊണ്ടായിരിക്കുമല്ലോ അടിച്ചിട്ടുണ്ടാവാന്ന് ഇവർ ചിന്തിക്കുകയാണ്, പറയുന്നുണ്ട്. സ്കൾ സ്മാഷ്ഡ് ഓൾ ടു പീസസ് ജസ്റ്റ് ലൈക്ക് ഫ്രം എ സ്ലെഡ്ജ് ഹാമർ. ദാറ്റ്സ് വൈ ഇറ്റ് ഓട്ട് ടു ബി ഈസി ടു ഫൈൻഡ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു വെപ്പൺ, അത് അത്രയും ഉറപ്പുള്ളൊരു സാധനം കൊണ്ടായിരിക്കുമല്ലോ അടിച്ചിട്ടുണ്ടാവുക, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഈസിയാണെന്ന് പറയണം. Exactly what I say. Whoever done it, they are not going to be carrying a thing like that around with them longer than they need. One of them belched. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്, ആരാണ് അത് ചെയ്തതെങ്കിലും അവരെന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അവരുടെ ആവശ്യം കഴിഞ്ഞിട്ട് വീണ്ടും ഒരുപാട് ദൂരത്തേക്കൊന്നും ആ സാധനം, ഈ വെപ്പൺ അല്ലെങ്കിൽ അവരുപയോഗിച്ച സാധനം കൊണ്ടുപോയിട്ടുണ്ടാവില്ല, എങ്ങനെയായാലും ക്യാരി ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടാവില്ല. അതിലൊരാൾ ബെൽച്ച് ചെയ്യുന്നുണ്ട്, ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ എമ്പക്കം വരുന്നത് ബെൽച്ച് ചെയ്യും. Last sentence or paragraph in this story is, personally I think it's right here on the premises, probably right under our very noses. What do you think, Jack? And in the other room Mary Maloney began to giggle. അപ്പോൾ ഇതിൽ പോലീസ് ഓഫീസേഴ്സ് പരസ്പരം സംസാരിക്കുകയാണ്, ഇതൊക്കെ മേരി മലോണി ഇരുന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയണ, ഇയാൾ പോലീസ് ഓഫീസേഴ്സ് പറയാം, ചിലപ്പോൾ പ്രോബബ്ലി അതിന് സാധ്യത എന്താണ്, ഇവിടെ നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് എവിടെയോ ഉണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉറപ്പ് പറയണം. ഇവിടെ അടുത്ത് എവിടെയോ, നമ്മുടെ ഈ ചുറ്റുപാട് എവിടെയോ ഉണ്ടെന്ന് പറയണം. ചിലപ്പോൾ നമ്മുടെ മൂക്കിൻ തുമ്പത്ത് തന്നെ ഉണ്ടാവുമെന്ന്, അതായത് അത്രയും അടുത്ത് ആ ഒരു എവിഡൻസ് കിടക്കുന്നുണ്ടാവും എന്ന് പറയണം. ശരിക്കും മൂക്കിൻ തുമ്പത്ത് തന്നെയാണ്. അത് കേട്ടിട്ടാണ് വാട്ട് ഡു യു തിങ്ക് ജാക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ മൂക്കിൻ തുമ്പത്ത് തന്നെ ഉണ്ടാവും, അത് മൂക്കിന് താഴെ അറിയുന്നുണ്ട്. അപ്പോൾ ആ വേറെ റൂമിൽ ഇരുന്നിട്ട് മേരി മലോണി ഇത് കേട്ടിട്ട് ചിരിക്കുന്നുണ്ട്. അതാണ് ഈ സ്റ്റോറീൻ്റെ ഒരു ക്ലൈമാക്സ്. അപ്പോൾ
ശരിക്കും ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു എവിഡൻസ് ആണല്ലോ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വെപ്പൺ അവർക്ക് കിട്ടാൻ പോകുന്നില്ല. ആ ഒരു എവിഡൻസ് വിൽ ബി ഡെസ്ട്രോയിഡ്. അത് ഇവർ കഴിക്കുന്നതിലൂടെ അത് ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. അത് കേട്ടിട്ടാണ് മേരി മലോണി ശരിക്കും ഭയങ്കര ഐഡിയ ആയിട്ടാണ് ആ ഒരു വെപ്പൺ ഇല്ലാതാക്കിയത്. അവർ തന്നെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രോബബ്ലി റൈറ്റ് ആൻഡ് അവർ നോസസ് എന്ന് അയാൾ പറഞ്ഞെങ്കിലും അത് അവർ അവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ മേരി മലോണിക്ക് അറിയാം അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതാണെന്നുള്ളത്. സോ ഇതിൻ്റെ ബാക്കി ഡിസ്കഷൻസ് ഒക്കെ നമുക്ക് ഗൂഗിൾ മീറ്റിൽ കാണാം. ഓക്കെ, താങ്ക് യു.